ജോർജ് ജോസഫ് പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജോർജ് ജോസഫ്, ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡിയിലെടുത്ത് അത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടു. പക്ഷേ ഷൈനിൽ നിന്ന് ചില സുപ്രധാന വിവരങ്ങൾ ഒരുപക്ഷെ എക്സൈസും പോലീസും ലഭിച്ചിരിക്കാം. അതുകൊണ്ടാണോ സിനിമയുടെ കൂടുതൽ ഉള്ളിലേക്ക് ചെന്നുള്ള ഒരു എക്സൈസിൻ്റെ പരിശോധനയും മറ്റും നടക്കുന്നതിൻ്റെ സാധ്യത? അങ്ങനെയെങ്കിൽ കൂടുതൽ പരിശോധനകൾ വരും ദിവസവും നമുക്ക് പ്രതീക്ഷിക്കണോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. എന്തായാലും മലയാള സിനിമയിലെ പുതിയ സിനിമാ സംവിധായകരും പുതിയതായിട്ട് സിനിമ എടുക്കുന്നവരെല്ലാവരും വരുമാനം, അവർക്ക് വരുന്ന പണം, അത് ഈ ലഹരി വിറ്റ് വരുന്നത് തന്നെ. കാരണം ഇപ്പം കൂടുതൽ ആൾക്കാരെ നമ്മളിപ്പം കണ്ടു. ഇപ്പം തന്നെ 2 സംവിധായകരെ നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് സമീർ സാഹിറിന്റെ ഫ്ലാറ്റ്, അയാളൊരു സംവിധായകനാണ്. അയാളുടെ ഫ്ലാറ്റിൽ നിന്നാണ് മറ്റ് 2 സംവിധായകർ 1.6 ഗ്രാം ലഹരിയുമായിട്ട് പിടിക്കപ്പെട്ടത്. ഈ ശേഷം ജാമ്യമൊന്നും കൊടുക്കരുത്. കാരണം അത് ശേഷം ജാമ്യത്തിന് ഇവരെല്ലാം അർഹരാണെങ്കിലും അങ്ങനെയുള്ളവരെ കോടതി പ്രൊഡ്യൂസ് ചെയ്യണം. കോടതിയിൽ ജാമ്യം പോകട്ടെ. അവർ കോടതി ജാമ്യം എടുക്കാൻ നമുക്ക് തരത്തില്ല. പോലീസ് ഈ ലാഭവൃത്തിയോടെ കാണുന്നു എന്നൊരു ചിന്ത വരുന്നുണ്ട്. കാരണം ഇവർക്കെല്ലാം ചെറിയ തോതിലുള്ള കൺസ്യൂമറുകളായിട്ടുള്ള ലഹരി കൈവശം വെക്കാം എന്നൊരു ധാരണ പൊതുവെ വരുന്നു. അപ്പൊ അങ്ങനെയാണ് പലർക്കും ജാമ്യം കൊടുക്കുന്നത്. അതങ്ങ് നിർത്തണം. അതുകൊണ്ട് പോലീസ് അത് ശ്രദ്ധിക്കണം. ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും ലഹരി വെച്ച് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷൻ ജാമ്യം കൊടുക്കണ്ട. അവർ ജാമ്യം വേണമെങ്കിൽ കോടതിയിൽ വെച്ചിട്ട് പൊക്കോട്ടെ. അത്ര ഈസി ആയിട്ട് കൂളായിട്ട് ഇറങ്ങിപ്പോകുന്ന കാണുന്നല്ലേ നമ്മള്. അതെന്തായാലും പോലീസ് ഹയർ ലെവലിൽ അതൊരു ഡിസിഷൻ എടുക്കണം. ബെയിലബിൾ ഒഫൻസ് ആണ് ലഹരിയുടെ കാര്യത്തിൽ വേണ്ട, ബാക്കിയുള്ളതിന് കൊടുത്തോളൂ. ബെയിലബിൾ ഒഫൻസ് ആയ ഈ ലഹരി ഒരിക്കലും വേണ്ട. കോടതിക്ക് ചിലപ്പം തോന്നുവാണ് റിമാൻഡ് ചെയ്യണം, അവൻ അകത്തോട്ട് പോട്ടെന്ന്. അത് ജാമ്യക്കാരൊക്കെ ആയിട്ട് അങ്ങ് വന്ന് അങ്ങ് പോയാൽ മതി. താങ്കൾ ദയവായി ഒന്ന് തുടരുക.